ഹായ് ഫ്രണ്ട്സ്, ട്രെയിൽസ് ആൻഡ് ടെയിൽസിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. നമ്മളങ്ങനെ വീണ്ടും നെല്ലിക്കാമലയിലേക്ക് പോവുകയാണ്. കഴിഞ്ഞ തവണ നെല്ലിക്കാമല പോയപ്പോൾ പകുതി വഴിക്ക് തിരിച്ചു വരാനുണ്ടായത്. കൂട്ടത്തിലൊരു ഓഫ് റോഡർ ഇല്ലാത്തതായിരുന്നു അന്നത്തെ റീസൺ. അന്ന് തന്നെ നമ്മൾ പ്ലാൻ ചെയ്തിരുന്നതാണ് ഒരു തവണ കൂടെ നെല്ലിക്കാമല പോകണമെന്നുള്ളത്. ഗ്രൂപ്പായിട്ട് പോകുമ്പോൾ അതിൻ്റെ ധൈര്യവും പിന്നെ നമുക്ക് എന്തെങ്കിലും ഒരു അത്യാവശ്യം ഉണ്ടെങ്കിൽ റിക്കവർ ചെയ്യാൻ വേണ്ടി മറ്റൊരു ഓഫ് റോഡറും കൂടെ ഉണ്ടാവും. അപ്പോൾ അതെന്തായാലും ഇന്ന് സാധിക്കുകയാണ്. നമ്മളിന്ന് ഒറ്റയ്ക്കല്ല പോകുന്നത്. നമ്മുടെ കൂടെ 6 ജിംനിയും പിന്നെ ഒരു അടിപൊളി ടീമും ഉണ്ട്. ജിംനി ട്രെയിൽസ് കേരള എന്ന് പറയുന്ന ക്ലബിൻ്റെ കൂടെയാണ് ഇന്നത്തെ ഡ്രൈവ്. ഇത് സ്റ്റേ ഡ്രൈവാണ്. നമ്മളിന്ന് പ്ലാൻ ചെയ്തിരിക്കുന്നത് നെല്ലിക്കാമലയും പിന്നെ ഏണിപ്പാറയുമാണ്. നമ്മളങ്ങനെ നമ്മുടെ ഫസ്റ്റ് ചെക്ക് പോയിൻ്റ് ആയിട്ടുള്ള നെയ്യാർ ഡാമിനടുത്ത് എത്തിയിരിക്കുകയാണ്. നെയ്യാർ ഡാമിനടുത്തൂടെ ആണ് നമ്മൾ അമ്പൂരിയിലേക്ക് പോകുന്നത്. നമ്മൾ ഫസ്റ്റ് പോകുന്നത് നമ്മുടെ റിസോർട്ടിലേക്കാണ്. അവിടെ ഒന്ന് സെറ്റിലായ ശേഷം പിന്നീട് നെല്ലിക്കാമലയിലേക്കാണ് പോകുന്നത്. നെല്ലിക്കാമലയുടെ എൻട്രി പോയിന്റ്. ഇവിടെ നിന്ന് അങ്ങോട്ട് പിന്നെ ഫുൾ കയറ്റമാണ്. നമ്മളങ്ങനെ 4 വീൽ ഡ്രൈവ് എൻഗേജ് ചെയ്തിരിക്കുകയാണ് ഗായ്സ്. ഏകദേശം 1 കിലോമീറ്ററോളം ഉള്ളിലേക്ക് പോയി കഴിയുമ്പോൾ ഫസ്റ്റ് നമ്മുടെ ഓഫ് റോഡ് ഏരിയ സ്റ്റാർട്ട് ചെയ്യും. ഇവിടെ നിന്ന് അങ്ങോട്ടാണ് ഇനി ഓഫ് റോഡ് തുടങ്ങുന്നത്. മുന്നത്തെ അപേക്ഷിച്ച് ഇത്തവണ കുറച്ചുകൂടെ ഡിഫിക്കൽട്ടായിരുന്നു. അതായത് ട്രാക്കിൻ്റെ ആ ഒരു അവസ്ഥയിൽ നല്ല രീതിയിൽ മാറ്റം വന്നിട്ടുണ്ട്. ഇടയ്ക്ക് നല്ല രീതിയിൽ മഴയൊക്കെ പെയ്ത ഒരു സമയം ഉണ്ടായിരുന്നു. അപ്പോൾ അതിന് ശേഷം ഇപ്പോൾ വന്നപ്പോഴത്തേക്കും മുമ്പുണ്ടായിരുന്നതിനേക്കാളും കുറച്ചുകൂടെ കല്ലുകൾ കുറച്ചുകൂടെ ഉണ്ട്. മുമ്പത്തെ ആ മണ്ണെല്ലാം ഒലിച്ചു പോയി കുറേ കൂടെ പാറക്കല്ലുകളുടെ എണ്ണം കൂടിയിട്ടുണ്ട്. അപ്പോൾ ഇവിടെ നിന്ന് ഫസ്റ്റ് ഒരു വ്യൂ പോയിന്റ് ഉണ്ട്. അതിനെക്കുറിച്ചുള്ള വീഡിയോ നമ്മൾ ഇതിൽ പിൻ ചെയ്യാം. ഈ നെല്ലിക്കാമലയിൽ ഓഫ് റോഡ് എന്ന് പറയുമ്പോൾ നമ്മുടെ ഇൻഎക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ഫസ്റ്റ് ടൈം ഓഫ് റോഡേഴ്സിന് തീർച്ചയായിട്ടും ട്രൈ ചെയ്യാൻ പറ്റുന്ന ഒരു ട്രാക്കാണ്. അത്ര ഒരുപാട് ബുദ്ധിമുട്ടുള്ള ട്രാക്കല്ല എങ്കിൽ അതിൻ്റേതായിട്ടുള്ള ഒരു ഓഫ് റോഡ് എന്നുള്ള ഒരു എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റുന്ന ഒരു ട്രാക്ക് കൂടിയാണ്. ഇതിന് മുന്നേ നമ്മൾ പോയ കാളിമലയൊക്കെ ഇതിനെ അപേക്ഷിച്ച് ഒന്നുമല്ല. കാളിമല ശരിക്കും ഓഫ് റോഡ് എന്ന് തന്നെ പറയാൻ പറ്റത്തില്ല. ഇപ്പോൾ ഈ ഗ്രൂപ്പിൻ്റെ കൂടെ വന്നപ്പോൾ നമ്മൾ ഒറ്റയ്ക്ക് ഇത്രയൊക്കെ കയറി വന്നു എന്നുള്ളത് തന്നെ ഒരു വിശ്വസിക്കാൻ പറ്റാത്ത കാര്യമാണ്. കാരണം നമ്മൾ 2 പേര് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ, അന്ന് ഒറ്റ വണ്ടിയേ ഉണ്ടായിരുന്നുള്ളൂ. പക്ഷേ എങ്കിലും ഈ ഒരു ഫസ്റ്റ് ഏരിയയൊക്കെ നല്ല രീതിയിൽ കാട് പിടിച്ച് കിടക്കുന്ന ഒരു ഏരിയയാണ്. അത് തന്നെ ഒറ്റയ്ക്ക് കയറി എന്നുള്ളത് ഇപ്പം എങ്ങനെ അത് കയറാൻ പറ്റിയെന്ന് നമുക്ക് മനസ്സിലായിട്ടില്ല ഇതുവരെ. നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ ഇവിടം വരെയാണ് വന്നത്. ഇവിടെ നിന്ന് നമ്മൾ പിന്നീട് തിരിച്ചു പോവുകയാണ് ഉണ്ടായത്. അതുകൊണ്ട് നമ്മളിന്ന് ആൾബലത്തോടുകൂടി വന്നിരിക്കുകയാണ്. ഫുള്ള് കയറിയിട്ടേ പോയി, പക്ഷെ അവരൊക്കെ പോയി. നമ്മളായിട്ട് അവസാനമാണ് പോകുന്നത്. നമ്മൾ കഴിഞ്ഞ തവണ ആ ജിമ്മി നിൽക്കുന്ന ഏരിയ വരെയാണ് പോയത്. അതിനുശേഷം അങ്ങോട്ടേക്ക് പോവാതെ തിരിച്ചു വരാനുണ്ടായത്. എന്തായാലും ഇന്ന് ഫുള്ള് കയറാൻ പോവുകയാണ്.
വീഡിയോ കോൾ ചെയ്യായിരുന്നു. വീഡിയോ കുഴപ്പമില്ല. കഴിഞ്ഞ വീഡിയോയിൽ പറയുകയുണ്ടായി ഓഫ് റോഡ് വേണ്ട എന്ന് മറ്റേ സ്ഥലത്ത് വെച്ചിട്ട് 4x4 ഇല്ലെങ്കിലും കുഴപ്പമില്ല. പക്ഷേ 4x4 വേണം. ഇത്തവണ വന്നപ്പോഴാണ് അതിൻ്റെ ആ ഒരു കാഠിന്യം മനസ്സിലായത്. അത്യാവശ്യം നല്ലൊരു ഡീപ്പ് ക്ലൈംബാണ്. നെല്ലിക്കാമലയുടെ ഓഫ് റോഡിൽ ഈ ഒരു ഏരിയയിലാണ് ശരിക്കും അല്പമെങ്കിലും ഒന്ന് സ്ട്രഗിൾ ചെയ്യുന്ന ഒരു ഏരിയ എന്ന് പറയുന്നത്. നമ്മുടെ കോളത്തിൻ്റെ ഏറ്റവും ബാക്കിലായിട്ടാണ് വന്നത്. അതുകൊണ്ട് തന്നെ ഇവിടെ നടന്ന ഒരു ഇൻസിഡൻ്റ് ഒന്നും അറിഞ്ഞിട്ടുണ്ടായിരുന്നില്ല. ലൈക്ക് ഈ ഒരു സ്ട്രഗിൾ പോയിന്റ് ഉണ്ടെന്നുള്ളത്. നമ്മളെന്തായാലും 4H തന്നെയാണ് മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നത്. വണ്ടി നിർത്തിയെടുത്ത് പോകുന്നത് തന്നെ മൊമെൻ്റ് എപ്പോഴും നമുക്ക് കീപ്പ് ചെയ്യാൻ പറ്റണമെന്നില്ല. ഈ ഒരു പോയിന്റിൽ വെച്ച് നമ്മൾ വണ്ടി 4H തന്നെ ഫ്രണ്ടിലോട്ട് പോകുമ്പോഴത്തേക്ക് വണ്ടി ഇടയ്ക്ക് സ്ട്രഗിൾ ചെയ്ത് നിൽക്കുകയാണ് ചെയ്തത്. അപ്പോൾ നമുക്ക് എന്താണ് ചെയ്യേണ്ടതെന്ന് അറിയില്ല. നമ്മൾ മൊമെൻറ്റം ആണെന്ന് വിചാരിച്ച് വണ്ടി കുറച്ചുകൂടെ ബാക്കിലോട്ട് എടുത്തു. ഒന്നുകൂടെ മൊമെൻറ്റം കീപ്പ് ചെയ്തങ്ങ് കയറാൻ നോക്കി. പക്ഷേ ഇടയ്ക്ക് വെച്ച് വീണ്ടും നിന്നു. അങ്ങനെ 2-3 തവണ നോക്കിയ ശേഷമാണ് കുറച്ചെങ്കിലും വണ്ടി ഫ്രണ്ടിലേക്ക് പോയത്. വണ്ടിക്ക് 4 ലോ എന്നുള്ള ഒരു ഗിയർ ഉണ്ട് എന്നറിയാമെങ്കിൽ പോലും നമ്മുടെ ആ ഒരു സിറ്റുവേഷനിൽ അതൊന്ന് എൻഗേജ് ചെയ്യാനുള്ള ഒരു എക്സ്പീരിയൻസ് ഒന്നും ഇല്ലാത്തതുകൊണ്ട് കുറച്ചുകൂടെ നല്ല മൊമെൻറ്റത്തിൽ കയറാമെന്ന് ഒരു മൈൻഡിൽ വന്നതല്ലാതെ 4 ലോയിലേക്ക് സ്വിച്ച് ചെയ്യണമെന്നുള്ളത് എൻ്റെ മൈൻഡിൽ പോയിരുന്നില്ല. നമ്മൾ നല്ല മൊമെൻറ്റത്തോട് പോകുന്ന സമയത്താണ് നമുക്ക് ടീം ലീഡ് ഏറ്റവും ഫ്രണ്ടിൽ പോയിരുന്ന വണ്ടിയിലെ ടീം ലീഡിൽ നിന്നും നമുക്ക് റേഡിയോയിൽ മെസ്സേജ് കിട്ടി 4 ലോയിലേക്ക് സ്വിച്ച് ചെയ്യാമെന്നുള്ളത്. അങ്ങനെയാണ് ആദ്യമായിട്ട് 4 ലോയിലേക്ക് സ്വിച്ച് ചെയ്തത്. 4 ലോയിലേക്ക് സ്വിച്ച് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ജിംനി എന്ന് പറയുന്ന ഒരു ഡിഫറെൻറ്റ് വെഹിക്കിളായിരുന്നു. ഭയങ്കര ടോർക്കി ആയിട്ടുള്ള ഒരു പെർഫോമൻസ് ആയിരുന്നു വണ്ടിയുടെ. പിന്നെ നമ്മൾ ജസ്റ്റ് നമ്മളൊന്ന് കാല് കൊടുത്താൽ മതി ഭയങ്കര രീതിയിൽ വണ്ടി നല്ല രീതിയിൽ കയറി പോകുന്നത്. ഇതൊക്കെ നല്ല സ്റ്റീപ്പായിട്ടുള്ള ഒരു കയറ്റമാണ്. നമുക്കത് ക്യാമറയിൽ എത്രമാത്രം അത് മനസ്സിലാകുമെന്ന് അറിയത്തില്ല. പക്ഷെ നല്ല കയറ്റവും അതേപോലെ തന്നെ ഒരുപാട് പാറക്കല്ലുകളോട് കൂടിയ ഒരു ട്രാക്ക് കൂടിയാണിത്. അങ്ങനെ നമ്മൾ നെല്ലിക്കാമലയുടെ വണ്ടികൾ പോകുന്ന ഏറ്റവും ടോപ്പ് പോയിന്റിൽ എത്തിയിരിക്കുകയാണ്. അതിൻ്റെ ഒരു ഭയങ്കര ഹാപ്പി ആയിരുന്നു. കാരണം മുമ്പ് നമ്മൾ വന്ന് പകുതിക്ക് നിർത്തിപ്പോയതാണ്. അത് എന്തായാലും ഫുള്ള് കയറണമെന്നൊരു പ്ലാൻ ഉണ്ടായിരുന്നു. എന്തായാലും സാധിച്ചു. പിന്നെ നമ്മൾ ഈ വണ്ടി നിൽക്കുന്ന സ്ഥലത്ത് നിന്നും നമ്മുടെ മെയിൻ വ്യൂ പോയിന്റിലേക്ക് അത്യാവശ്യം നടക്കാനുണ്ട്. ഏകദേശം ഒരു 1/2 കിലോമീറ്ററോ അതിലധികമോ നടക്കാനുണ്ട്. ഇതുപോലെ ഒരു കാട് പിടിച്ച ഒരു ട്രാക്കിൽ കൂടെ വേണം നമുക്ക് പോകേണ്ടത്. അവിടെ നിന്ന് പോയി നല്ലൊരു അടിപൊളി വ്യൂ ആണ്. പക്ഷെ ഞാൻ അവിടത്തേക്ക് നടന്നെത്തിയപ്പോഴേക്കും ഓൾമോസ്റ്റ് ഇരുട്ടായി. അവിടെ എത്തിയപ്പോഴേക്ക് ഇരുട്ടായതാ. ഇത് മാത്രമാണ് കിട്ടിയത്. എന്തായാലും കിട്ടിയ ഷോട്ട്സ് ഇതാണ്. അവിടെ എത്തി ഉടൻ തന്നെ തിരിച്ചു പോരുകയാണ് ചെയ്തത്. കാരണം ഇനിയും നിന്ന് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഭയങ്കര ഇരുട്ടാവും. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ്. എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അടുത്ത വീഡിയോ ഏണിപ്പാറയെക്കുറിച്ചുള്ളതാണ്. ഏണിപ്പാറയെക്കുറിച്ചുള്ള വിശേഷങ്ങളായി വീണ്ടും കാണാം. അതുവരെ ബൈ.